നമ്മളിപ്പോൾ ഈ റോഡിലെ അവസ്ഥകൾ പലയിടത്തും കാണുന്നുണ്ടല്ലേ. നന്നായി ടാർ ചെയ്ത സ്ഥലങ്ങളൊക്കെ പലയിടത്തും കുളമായിട്ടുണ്ട്. മഴ ശക്തമാണ്. അപ്പോൾ സഹികെട്ടത ഒരു കലാകാരൻ പ്രതിഷേധിക്കുന്നതാണ്. അത് റോഡിൽ വലയിട്ടാണ് ആ പ്രതിഷേധം. മിമിക്രി ആർട്ടിസ്റ്റൊക്കെയാണ് അദ്ദേഹം. ഉണ്ണി പെരിന്തൽമണ്ണയാണ് ഇങ്ങനെ വേറിട്ട പ്രതിഷേധത്തിലൂടെ നാട്ടിലെ ഈ ദുരവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അടിപൊളി മീനുകൾ കൊടുക്കുന്നത് പിന്നെ ആ കുണ്ടുകടയിൽ അപ്പുറത്ത് കേട്ടോ. എത്ര വണ്ടികൾ ഇവിടെ മറിഞ്ഞു അറിയാം, എത്ര സ്ത്രീകള്, എത്ര യാത്രക്കാർ വരുന്നത്. ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ വ്യാപാരികൾക്ക് ഒരു രക്ഷയില്ല. മഴ പെയ്ത വ്യാപാരം അടച്ചിട്ട് പോകാൻ, മഴ പെയ്ത വ്യാപാരം അടച്ചിട്ട് പോകാൻ നല്ലത്. ഒരു രക്ഷയില്ല. ഇവിടെ എത്ര കാലം ഇവിടെ ഇങ്ങനെ കിടക്കണതോ, ഓരോ കാലം ഇങ്ങനെ നടക്കണം. അരുൺ അമൃതാതുണ്ട് നമുക്കിപ്പോൾ. അരുണെ, ഈ ആളുകൾ സഹികെട്ട് കഴിയുമ്പോഴാണല്ലോ അല്ലേ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോകുന്നത്. വലയിട്ട് മീൻ പിടിക്കുക അല്ലെങ്കിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന അവസ്ഥ, ഇതാണ് ദുരിതാവസ്ഥ എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, കുളമായി കിടക്കുന്ന റോഡാണ്. ഇത് എത്ര നാളായി ഇങ്ങനെ? ഈ പ്രതിഷേധത്തിലൊക്കെ എന്തെങ്കിലും നീക്കുമൊക്കെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടോ? ദിവിഷ്, സാധാരണ ഈ വ്യവസ്ഥകളും സംവിധാനങ്ങളും ഒക്കെ ഇങ്ങനെ പരാജയപ്പെടുമ്പോൾ സഹികെട്ടാണ്, ദിവിഷേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സഹികെട്ടാണ് ഇത്ര പ്രതിഷേധങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ അത്ര സർഗാത്മകമായി തന്നെ അത്രയും മനസ്സിലുള്ള ആ ഒരു തീവ്രമായ അതിനോടുള്ള പ്രതിഷേധമുണ്ട്. ഒപ്പം തന്നെ ഈ റോഡൊന്ന് നന്നാകണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇത്രയും കാലം സഹിച്ചു, ഇനിയെങ്കിലും പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പോഴങ്ങനെ ഈ പ്രതിഷേധവുമായി ഇറങ്ങിയത്. നമ്മൾ കാണുന്നത് ഉണ്ണി പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഒരു കലാകാരനാണ്. ഈ പുലാമന്തോൾ മേലാറ്റൂർ റോഡാണ് ഇത്. പ്രധാനപ്പെട്ട സംസ്ഥാനപാതയിലെ ഒരു പ്രധാനപ്പെട്ട റോഡ് തന്നെയാണ്. കാലാകാലങ്ങളായി അവിടെ വെള്ളക്കെട്ട് പതിവാണ്. ഈ ഇടയ്ക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഓവുചാൽ നിറയുന്നതാണ് ഈ ഒരു വെള്ളക്കെട്ടിന് കാരണം. അതിന് പരിഹാരം കണ്ടിരുന്നു. വീണ്ടും അത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതിലാണ് പ്രതിഷേധവുമായി ഇപ്പോൾ ഈ ഒരു കലാകാരൻ എത്തിയത്. അദ്ദേഹം അവിടുത്തെ ഒരു അവസ്ഥ, അവിടെ വരുന്ന ആ യാത്രക്കാർക്ക് മുഴുവൻ ഈ ഒരു പ്രതിഷേധത്തിലൂടെ വിവരിച്ചു കൊടുക്കുകയാണ്. ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്, വല ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഇതിലാരും പോകണ്ട, ഇതിൽ വല വിരിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതാണ് ആ റോഡിൻ്റെ അവസ്ഥ എന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഈ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഈ കൗതുകമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു നാട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അദ്ദേഹം അവിടെ ആവിഷ്കരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾ അധികാരികളുടെ കണ്ണുടക്കട്ടെ, മന്ത്രിയുടെയൊക്കെ കണ്ണുടക്കട്ടെ. വേഗത്തിൽ അല്പം മെറ്റിലിട്ടെങ്കിലും ആ കുഴിയൊന്ന് നികത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ കൂടുതൽ വല വിരിക്കേണ്ടി വരും. ശരി അരുണ.